യാദൃശികമായിട്ട് മാർക്കറ്റിൽ വെച്ച് നമ്മുടെ കോമ്പച്ചേട്ടനെ കണ്ടുമുട്ടി. പുള്ളി അവിടെ നിന്ന് തോട് കപ്പലണ്ടി വാങ്ങുകയായിരുന്നു. എന്നെ കണ്ടപ്പം പുള്ളി, ബോസ്മാൻ നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, വല്ല ഫ്രൂട്ട്സ് വല്ലതും കിട്ടുമെങ്കിൽ വാങ്ങാന്ന് കരുതി ഇറങ്ങിയതാ. പുള്ളി പറയാ, നിങ്ങൾ എന്റെ കൂടെ പോര്, നിങ്ങൾ ഇത്രയും നാളും കഴിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആഫ്രിക്കൻ ഫ്രൂട്ട് മേടിച്ചു തരാമെന്ന്. കുറച്ചങ്ങോട്ട് നടന്നവൻ പുള്ളി പറയാ, എനിക്ക് വിശക്കുന്നു, ഞാനൊരു ബ്രെഡ് വാങ്ങിയിട്ട് വരാം. ബ്രെഡ് പുള്ളിയാ വാങ്ങുന്നെങ്കിലും ക്യാഷ് ഞാൻ തന്നെ കൊടുക്കണം. കാരണം പുള്ളി വെറൈറ്റി ഫ്രൂട്ട് വാങ്ങാൻ വേണ്ടി കൊണ്ടുപോകല്ലേ. ഏതായാലും ചേച്ചി ഇതേ നീളമുള്ള ഒരു ടാപ്പാലാപ്പ ബ്രെഡ് എടുത്ത് നടുക്കൂടൊന്ന് കീറി ഇതേ കുറച്ച് ഓയിൽ അങ്ങോട്ട് എടുത്ത് ഒഴിക്കാൻ തുടങ്ങി. ഇവിടെ ഉള്ളവർ ഇങ്ങനെ ഓയിൽ മാത്രം ഒഴിച്ചും ബ്രെഡ് കഴിക്കും. അങ്ങനെ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ആഫ്രിക്കൻ സോസും കൂടെ അതിനകത്തോട്ട് കുടഞ്ഞിട്ട് ഇനിയാണ് മെയിൻ ഐറ്റം, ബീൻ ചക്കാര. ബീൻ ചക്കാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീൻസ് കുതിർത്ത് അരച്ച് വട പോലെ ഉണ്ടാക്കിയതാണ് സംഭവം. ഈ ഒരു വടയ്ക്ക് 2 ലിയോൺ ആണ് അത്രയും വില. അങ്ങനെ ഒരു 4 വടയും കൂടെ വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ബ്രെഡ് ഫ്രീ ആണോ? അല്ലല്ല, ബ്രെഡിന് അഡീഷണൽ 7 ലിയോണും കൂടെ തരണം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി ഓയിലും കൂടെ ഒഴിച്ചു തരാം. അങ്ങനെ ഏതായാലും ബ്രെഡൊക്കെ വാങ്ങി ദേ ഫ്രൂട്ട്സ് വയ്ക്കുന്നിടത്തെത്തി. പുള്ളി പറഞ്ഞ ശരിയാണല്ലോ, ഇതൊരു വെറൈറ്റി പഴമായി പോയി. ഇതിന് ഇവിടെ പറയുന്നത് റെസ്റ്റി പ്ലം എന്നാണ്. ഇതിന് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് എങ്ങനെയാ കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് വിൽക്കുന്ന പുള്ളിക്കാരൻ തന്നെ ഒരു റെസ്റ്റി പ്ലം അങ്ങോട്ട് എടുത്ത് അതിന്റെ തൊലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് എന്നോട് പറയുക, ദേ ഇതങ്ങോട്ട് വായിലോട്ട് ഇട്ടിട്ട് വവ്വാല് ചപ്പുന്ന പോലെ ഒരു 2 ചപ്പും കുരു ഒരു തുപ്പും.